അതെന്തിനാ പണിയും കഴിഞ്ഞ് വന്നിരിക്കുക. സുബിനാ ചാടണ്ടേ? മര്യാദക്ക് കളിക്കണം കേട്ടോ. അറിയാവുന്ന പോലെ കളിച്ചാൽ മതി, ഓവറാക്കാൻ നിക്കണ്ട. എല്ലാരെയും പോയി അടിച്ചു വിളിച്ചു കൊല്ലാൻ നിക്കണ്ട. ഇച്ചയാണ് കണ്ടം വഴി പോയിട്ട് ആൾക്കാരുടെ അടിയും മേടിച്ചോണ്ട്. അതെ, അതുകൊണ്ടൊരു ഗുണമുണ്ടായി. അതുകൊണ്ട് മാത്രം അവിടെ അത്രയും നല്ല എത്തിയത്. ഇല്ലെങ്കിൽ അപ്പഴേ ഇറങ്ങി ഓടിയാൽ. അവിടുന്ന് 10 ഇല്ല, അവിടുന്ന് മാത്രം 10. അവിടുന്ന് മാത്രം 10 ഇല്ല. വീടിന്റെ മേളിൽ ഇന്നവൻ എന്നെ തല്ലി കൂട്ടി ഇറക്കി വിട്ടത്. ഒയ്യോ, അവൻ എന്നാ തല്ലായിരുന്നു തല്ലിക്കൊണ്ടിരുന്നത്. ഉണ്ടാക്കി വെച്ചിട്ട് നൈസായിട്ട് വേറെയും ഇരുന്നല്ലേ. ആ സമയത്ത് ഇച്ച ഫ്ലൈറ്റിലായിരുന്നു. കളിയും കണ്ടു രസിച്ചോണ്ടിരിക്കുക. വാക്കുള്ളതിനോട് അടി. ആരാ ചാടണ്ടേ? മാഷ ചാടണ്ടേ? മാഷ ചാടുന്നു, നമ്മൾ കളി ജയിക്കുന്നു. കളി തോക്കും. കടമുണ്ടേ, നമ്മളെല്ലാം കൂടെ അത് നേരെ കളി ഏൽപ്പിക്കാല്ലേ. പഴയൊരു പ്രതികാര ബാലൻസ് കിടക്കുന്നു ഇതുവരെ. ചാടും പറഞ്ഞോ, പറയുന്ന സ്ഥലത്ത് നോക്കിയാണ് സ്റ്റാൻഡ് ഓഫ്. സ്റ്റാൻഡ് ഓഫില് പോയാല് ഇതൊരുമാതിരി മറ്റേ പരിപാടി കാണിക്കരുത് കേട്ടോ. പറയുന്ന സ്ഥലത്ത് ചാടാന്ന് പറഞ്ഞു. അല്ല, അത്രയ്ക്കുള്ള ആംബിയർ ഒന്നും ആയിട്ടില്ല, അതുകൊണ്ടാ. ഏയ് അല്ല, എസ്റ്റേറ്റിലോട്ടല്ല. എങ്ങോട്ടാ? ഞാനങ്ങനെ വലുതും പറയും. മിലിറ്ററി ബേസിലാ. ഫുട്ബോൾ കളിക്കാനാണ് പോന്നെ. ആ ഓക്കെ, കോളേജ് ലാബ്. എന്നാ ഓക്കെ. ഇഷ്ടം പോലെ എല്ലാം കൂടെ സ്കൂൾ വിട്ടതല്ല എന്നെ പുറകെ വരണ്ട, വേറെ വല്ല വഴിക്കും പോകും. എന്തോരം വഴിയുണ്ട്, എന്നിട്ട് എല്ലാരും കൂടെ അതിന്റെ അകത്തോട്ട് ഓടിക്കേറിയേക്കുവാ. അത് ശരി, നേരത്തെ കേറിയല്ലയോ എന്ന്. എന്തോ ചെയ്യാനാ നോക്കണേ. മേലെ ആരാ? മേലെ ഞാനുള്ളത് AK-117 ഞാൻ ഇപ്രാവശ്യം ഭാഗ്യം കണ്ടില്ല. അതേതാ? ഞാൻ താഴോട്ട് പറന്നു വരാം. ഇവൻ പിന്നെ സിനിമ കാണുമെന്ന് പറഞ്ഞതോ? ഓ അങ്ങനെ. ഈ ബോട്ടൊക്കെ എന്തോ ഓട്ടവാ. എനിക്ക് പോലും ഇത്ര ഫാസ്റ്റ് ആയിട്ട് ഓടാൻ പറ്റൂല. ബോട്ടൊക്കെ നല്ല രീതിയിൽ അടിക്കും. നേരത്തൊക്കെ ആയിരുന്നു വെറുതെ നോക്കിയിരിക്കുന്നു. സീനല്ല പക്ഷേ നമുക്കുള്ളതാണ്. എത്ര തല്ലുകൊണ്ടിരിക്കുന്നു പറഞ്ഞ് പുറകെ വന്ന് വലിയ വിശ്വാസമൊന്നുമില്ല. കിട്ടിക്കഴിഞ്ഞാലേ പറയുള്ളൂ. ഒന്നും പറയണ്ട. പെറുക്കാൻ എന്റെ ഇച്ച കഴിഞ്ഞിട്ടേ നമ്മള് കണ്ടായിരുന്നു. മരിക്കാൻ കിടക്കുമ്പോ ലൂട്ടിന്ന് സാധനം എടുത്ത് അടിക്കുന്നു.
പഴയ കളികളെ കുറിച്ച് വീണ്ടും വീണ്ടും ഇവിടെ പരാമർശിച്ചുകൊണ്ടിരിക്കേണ്ടതിന്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് ഇത് കണ്ടോ മനസ്സിലാവാത്തത്. മറ്റേ കോഴി കേട്ടവന്റെ തലയിലെ പപ്പിരിക്കുന്നു പറഞ്ഞ പോലെ ഞാൻ ജനറലായിട്ടൊരു കാര്യം പറഞ്ഞതാ. അത് കേറി അങ്ങ് ഏറ്റ്. ഒരു ജനറലൈസേഷൻ അത് കേറി അങ്ങ് ഏറ്റ്. വല്ല കാര്യം ഉണ്ടായിരുന്നു. അല്ല, അങ്ങനെയല്ല. അത് എന്നെ ഉദ്ദേശിച്ചത് എന്നെ പറഞ്ഞതാ. ഞാനത് ചെയ്താലും ചെയ്തില്ലേലും ഇച്ഛനെ പറയും. അത് എനിക്ക് ഉറപ്പാ. സംഭവത്തിൽ ചെറിയ സത്യം ഉണ്ട് എന്നും പറഞ്ഞ് ഇങ്ങനെ പൊതുസ്ഥലത്ത് പറയാൻ പാടില്ല. എന്നാലും അങ്ങനെ മുഖത്തോക്കി പറയാൻ പാടുണ്ടോ? അതെ, അതെ, എപ്പോഴും പറയേണ്ട ആവശ്യമില്ലല്ലോ. സ്പെക്ടേറ്റ് ചെയ്തതിൽ ഞാൻ എന്തൊക്കെ കണ്ടിരിക്കുന്നു. ഞാൻ എന്തേലും പറഞ്ഞോ ഇവിടെ? കണ്ടോ കണ്ടോ, വല്ല ആവശ്യമുള്ള കാര്യമാണോ ഇച്ച? അത് എന്റെ ആളാ. എടുത്തോ ഞാൻ വിട്ടിട്ടുണ്ട്. എനിക്ക് ഇത് മതി, മതി. മാറിയില്ല, ഇച്ച കൊന്നു. ഞാൻ ആ പരിസരത്തില്ല. ഞാൻ എവിടെയാ നോക്കിയേ? ഒരു ബോട്ടിനെ കൊന്നതിനാണെങ്കിൽ രണ്ടു തല്ലുണ്ടാക്കുന്നേ. ഇന്നിവിടെ കഞ്ഞിയില്ല, അപ്പുറത്ത് പോയി കുടിച്ചോ. കഞ്ഞിയുള്ള കണ്ടോ, ഇങ്ങനത്തെ ചെറ്റത്തരവാ പറയുക. എന്നും ബിരിയാണി ചോറും ദോശയൊക്കെ അല്ലേ? ഓക്കെ ആരുണ്ടാക്കും? എന്നാ ഓക്കെ. കഞ്ഞിയില്ല, അത് സത്യം. പിന്നെ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ. എന്നാ അവൻ ചോദിച്ച ബിരിയാണിയാണോ? ഞാൻ ഇവിടെ നിന്ന് ഒരു ചോപ്പർ എടുത്തോണ്ട് വരാവേ. നിങ്ങൾ മുന്നോട്ട് നടന്നു. വലിയ ചോപ്പറൊക്കെ ഉള്ള ആളാ. അത് പോയോ? എടുത്തല്ലേ? പാവൻ ഡാർക്ക് കളിക്കാൻ വിളിച്ചിട്ടുണ്ട്. എല്ലാരും ഞാൻ ആക്സെപ്റ്റ് ചെയ്യും. ഇപ്പൊ നമ്മള് പക്ഷെ ഈ കളി കൂടി ഞാനുള്ളൂ. ഞാൻ ഉറങ്ങുവാ. ഈ കളിയും കൂടെ ഞാനും ഉള്ളു. ഇതാരാ? ഓക്കെ. നെറ്റില്ലാതെ പോവാണോ? ഞാൻ വിചാരിച്ചു മാഷ് അവരുടെ അടുത്ത് പോയി നിർത്തുമായിരിക്കുന്നു. കയറി പൊട്ടു കേട്ടോ. ഇവര് നിർത്താതെ ഓടുമല്ലോ. ഞാൻ വിചാരിച്ചു അവിടെ ഇടയ്ക്ക് ഒരു മിഡിലിൽ നിർത്തി കഴിഞ്ഞാൽ രണ്ടുപേർക്ക് വന്ന് കയറാലോ വിചാരിച്ചു. മാഷ് അറിയില്ലോ. എടുത്തിട്ട് പോന്നോ? പാടി കുറവായിരിക്കും. പിന്നല്ല, ചിപ്പെങ്കി ചിപ്പ് കിട്ടുന്നതൊക്കെ എടുക്കാം. ഇതിന്റെ അകത്തൊന്നും ഒന്നും ഇല്ലേ? അതിന്റെ അകത്ത് എനിക്കൊന്നും കാണുന്നില്ലായിരുന്നു. നമ്മള് ചോപ്പറിനാണോ പോന്നേ? വേണ്ടു വന്നാ ഞാൻ ഓടും. ഞാൻ പണ്ടത്തെ ഒരു ഓട്ടക്കാരിയാ. കഴിഞ്ഞ കളിയിൽ സോണി കിടന്ന് ചാവുമായിരുന്നല്ലോ അല്ലേ? നിങ്ങളെയൊക്കെ രക്ഷിക്കാൻ ടീംമേറ്റ്സിനെ രക്ഷിക്കാണ്ട് ഞാൻ ഒരു വഴി. അതിന് മൂന്നാമത്തെ സോണിനകത്ത് കിടന്നല്ല ഓടേണ്ടത്. മൂന്നാമത്തെ സോണാന്നും എനിക്കറിയത്തില്ലായിരുന്നു. അത് അറിവുള്ളവര് പറഞ്ഞു തരണം. വട്ടം കൂടിയിട്ട് തല്ലിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ മാസക്കണക്ക് പറഞ്ഞു തരാം. മാഷിന് കറക്റ്റ് ആയിട്ട് ഞാൻ ആളെ പറഞ്ഞു തന്നില്ലേ? മേലെ നിപ്പോണ്ട് താഴെ നിപ്പോണ്ട് റോട്ടിലോട്ടെന്നൊക്കെ. നന്ദി വേണം മാഷെ. എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ചാടി എടുക്ക്. സാധനം എടുക്കാതി. അയ്യോ, ഞാൻ നിലത്തിറങ്ങിപ്പോയി. ചാടി ഇറങ്ങി എടുക്കല്ലാരും കൂടെ അങ്ങട്. എനിക്ക് 117 കയ്യിലുണ്ട്. അപ്പൊ പിന്നെ എടുക്കാം. ഇന്ന് ബോംബിട്ട് ചാവും. എല്ലാരും കേറി വായിക്കും. ഞാൻ കേറില്ല. ഞാൻ അടുത്ത പോസ്റ്റിന്റെ മേലെ പോയി. ആ ലൂട്ടിന്റെ മേളിൽ കേറിട്ട് അതിന്റെ മേലോട്ട് വാ. ആ ലൂട്ട് അവിടെ കിടക്കുന്നില്ലേ? ആ ലൂട്ടെ കേറാൻ കേറിട്ട് എന്നിട്ട് ഇതിലേക്ക് അങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. ഇവിടെ ടോപ്പ് എടുത്തോണ്ട് താട്ടോ. താഴോട്ട് വാ. ഇതിലെത്താനുണ്ട്.
ഇതേ അതെന്റെ നിന്നാണ് അടിച്ചേ. ആളല്ലായിരുന്നു. അതെ അതെ. ഓക്കെ, അന്നാ പിന്നെ ചോപ്പർ ഇറങ്ങാം. അത് ഇനി ചോപ്പർ വേണോ? ശരിയാണല്ലോ, അന്നാ പിന്നെ ചോപ്പർ എടുക്കണ്ട. ഇവിടെ പുറകിന്ന് ആരോ അടിക്കുന്നുണ്ട്. കൊന്നിട്ടുണ്ട്. എടുത്തോ, കില്ലെടുത്തില്ലേ? സുബിനെടുത്തോ? ഞാനൊന്നുമല്ലോ. നിങ്ങള് നല്ല ആൾക്കാരെ അടിക്ക്. ബോട്ടിനെയൊക്കെ തല്ലി കൊല്ലാൻ വേണ്ടി നിക്കണോ ലെജൻഡറിക്കാരൻ? ദാരിദ്ര്യം. ഇനി വേറെ ഒരു വരുന്നുണ്ട്, ഹെലികോപ്റ്ററിന്റെ ഒച്ച കേൾക്കുന്നേ. നമുക്കുള്ള പണി വരുന്നുണ്ട്. എന്താന്ന് വെച്ചാ ചെയ്തോ. അടിക്കരുത്, ഇനി അടിക്കണോ? ഉടനെ തല്ലിക്കോ. ഞാനല്ല ഞാനല്ലേ. അവിടുന്ന് വേഗം മാറ്റി. ചൊറിഞ്ഞിട്ട് രക്ഷപ്പെടുവാണല്ലേ? ഞാൻ അടിച്ചില്ല. നിങ്ങളൊക്കെ എവിടെയാ? ആരാ അടിച്ച? ആരാ? ഫുള്ള് സ്കോഡല്ലേ, അതിനെയൊക്കെ കയറി ചൊറിയാവോ? കണ്ടിട്ട് പോലുമില്ല. ആള് വന്നവിടെ കാറെടുത്ത് വിട്ടു. കാറെടുത്ത് വിട്ട് അവര് കാണൂലേ കാറിന് വരുന്നേ. അവന്മാര് വരുന്നുണ്ട്. ഇവിടെ നിന്ന് ഇച്ചിരി മാറുന്നില്ല. അവന്മാരെ അടിച്ചാ മതി. എടാ മൊർബുറു, നീ അവിടെ എന്നെ എടുക്കോ? നീ വന്നേ. 4 നമ്പർ. 4 നമ്പറോ? 4 നമ്പർ എവിടെയാ? ഇച്ച എന്റെ കൂടെ ഉള്ളത്. ഇതാരാ വെടിവെക്കുന്ന? മാഷ ആരെയോ വെടിവെക്കുന്നുണ്ട്. ഈ മാഷ് കള്ളനാ. എവിടെയെങ്കിലും പോയി ഒളിച്ചിരുന്നിട്ട് അവരെ സ്നൈപ്പ് ചെയ്യും. എന്നിട്ട് അവരെല്ലാം കൂടെ പറത്തി കൊണ്ടുവരും. എന്നിട്ട് പറയും നമ്മളെ വെടിവെച്ചു. താഴെ ആരുണ്ട് മാഷെ? സുബിനെ ആരെയോ കൊന്നിട്ടുണ്ട്. ഇത് 2-3 കിലോ കൂടുതൽ എടുക്കുന്ന കാരണം ഇനിയൊന്നും പറയാനും പറ്റൂല. ഈ പുള്ളിയുടെ താഴെ ആരുണ്ടോ? എന്നെ കാണുന്നുണ്ടോ? കണ്ട്. അതിന്റെ ഉണ്ട്. ഞാനൊരു കോഴീനെ വിടാം അങ്ങോട്ട്. അവിടെ ആരാ പുകയെറിഞ്ഞേ? ഒന്നാമന്റെ അടുത്ത് ആരോ ഉണ്ടല്ലോ. എന്റെ ബിൽഡിങ്ങിന്റെ താഴെയാടാ. ഇവിടെ നേരെ താഴെ അതിനകത്തുണ്ട്. അവിടെ തന്നെ എന്തോ മാറണ്ട. എന്റെ അടുത്താളെ. എടാ ഇതിലെ ആരോ നടന്നു വരുന്നുണ്ടോ? മുറുകുറു നിന്റെ അടുത്ത് ഞാനാ. അത് കൂടാണ്ട് വേറൊരാളും കൂടി ഉണ്ട്. ഇച്ചയ്ക്ക് അവിടെ നിന്ന് കേറി വരാൻ പറ്റുമോ? അയ്യോ എനിക്കിട്ടടി. എടാ മുർബുറു അതിനെ കൊല്ലടാ. കൊന്നവനെ. എനിക്ക് നല്ല അടി കിട്ടിയേ. എവിടുന്ന് ഏത് സൈഡാ ഇപ്പൊ അവന്മാര് നിക്കുന്നേ? എവിടുന്ന് കാണുന്നില്ല. എന്റെ വീടിന്റെ മുമ്പില് എനിക്ക് മാർക്ക് നേരെ താഴെയാ. കണ്ട്. അയ്യോ ഞാൻ താഴെ ചാടി പോയേ. എന്നെയാ നോക്കുന്നത്. ഞാൻ മേലെ കൂടെ വട്ടം വെക്കുന്നുണ്ട്. മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇടില്ലേ മാരുടെ അടുത്ത് പോലും. അത് മനസ്സിലായി. ഞാൻ ഇങ്ങോട്ട് സ്മോക്ക് ഇടാം. അപ്പൊ അവര് വിചാരിക്കും ഞാൻ ചാടിയിരുന്നു. ഓക്കെ, മേലോട്ട് കയറിയിട്ടുണ്ട്. അവന്റെ ഇതിന്റെ മേലോട്ട് കയറിയിട്ടുണ്ട്. ഇനി പോര് ഇനി ഇറങ്ങിക്കോ. അതെ ഇനി അവിടെ നിന്ന് ഇറങ്ങിക്കോ, കുഴപ്പമില്ല. ഇങ്ങോട്ടാ പോയെ. ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് അത് കലക്കി അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്നും നോക്കിയില്ല. ഒറ്റ മിനിറ്റ്. അയ്യോ എനിക്ക് ഇച്ചിരി ബുള്ളറ്റ് കുറവുണ്ട്. ഇവർക്ക് ബുള്ളറ്റ് ഉണ്ട്. എന്റെ അടുത്ത് 400 എണ്ണം ഉണ്ട്. കിട്ടിയായിരുന്നു.
കൊള്ളാം ആ മേളിൽ നിന്ന് എന്തായാലും നന്നായി. ആരോട് പറയണ്ട, ഞാൻ അല്ലെങ്കിൽ പേടിച്ച് ഇച്ചനെ രക്ഷിക്കേണ്ട വന്നാ നീ ഇടയ്ക്ക്. ഇറങ്ങാൻ പറ്റാമെന്നൊന്നും ആരും പറയണ്ട. അത് ആർക്കും ആ മലയുടെ മനസ്സിലായില്ല. മേളിലെ ഞാൻ അടിച്ച സമയത്ത് എനിക്ക് ഫയർ ആൻഡി ആയിരുന്നു സപ്പോർട്ട് തന്നത്. അതൊരു നല്ലൊരു ഐറ്റം ആയിരുന്നു. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് വളരെ അഭിനന്ദിക്കേണ്ട. കളിയാക്കുന്നതാണോ അത് കാര്യമായിട്ട് പറഞ്ഞാണ്. കാരണം അടിച്ച് റീലോഡ് ആയ സമയത്ത് അത് തിരിച്ച് രണ്ടാമത്തെ ഫയർ തുടങ്ങിയത്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പടമായേനെ അവിടെ കിടന്നു. കാരണം അത് ഞാൻ ഫയർ correct ആൻഡ് 60 ഉള്ളിൽ ഏകദേശം 40 ആയിട്ടുള്ളായിരുന്നു. കണ്ടോ ഇവിടെ എന്ത് ഒരെണ്ണത്തിന് ഞാനൊന്ന് പുകഴ്ത്തി മേളോട്ട് കൊണ്ടുവരുമ്പോ അതെ അപ്പൊ നോക്കുമ്പോ അവർക്ക് തല പുറത്തേക്ക് വെക്കാൻ പറ്റില്ല, കാരണം ഫയർ ചെയ്തോണ്ടിരിക്കുവാണല്ലോ. ആരെടാ ആളുണ്ടോ അവിടെ? നമ്മള് രണ്ട് ഓട്ടം അവര് നിന്ന് വെടിവെപ്പൊക്കെ. നമുക്ക് അവിടെ പോയി അടിക്കാൻ പോകും. നമ്മൾ പോയി ചെന്നതെല്ലാം പോയി കഴിഞ്ഞാൽ വലിയ മെനക്കേടാ. ബ്രോ അവിടുന്ന് ഇത് അവർ നമ്മള് അവിടുന്ന് ഫയർ ചെയ്തോണ്ട് കമാറ പുറത്തിറങ്ങി. നമ്മൾ ബേക്കിൽ കൂടെ പോയിട്ടിടാ അവന്മാരെ. അവര് പുറത്തിറങ്ങി ഓൾറെഡി. ബെക്കി കൂടെ പോയി അടിക്കും ഞങ്ങള്. അവന്മാരെ അടിച്ച് പുറത്തിറങ്ങി. മാർക്കി എവിടെ അതിനകത്താണോ? ഞാൻ എന്റെ 2-3 ബുള്ളറ്റൊക്കെ വേണേ. സ്മോക്ക് അറിയട്ടെ. ഇനി പറഞ്ഞിട്ട് സ്മോക്ക് ഇടണം കേട്ടോ. ആവശ്യമില്ലാതെ സ്മോക്ക് അവരുടെ ഇടുന്നത്. സ്മോക്കാണ് ഇവരുടെ സ്മോക്കാണോന്ന് മനസ്സിലാവില്ല. ആള് കേറി അവന്മാര് കേറി വരുന്നുണ്ട്. അയ്യോ ഞാൻ എത്തിയെടുത്ത് 2 പേര്. നിങ്ങൾ എവിടെയാ? വണ്ടി വണ്ടി അപ്പുറത്തോടെ പോത്തേ ഉള്ളൂ. എന്റെ കൊന്നെ മേളിലാരാ? മാർക്ക് ചെയ്യണേ എവിടാന്ന്? ഫയറാൻഡി ഒറ്റ കയറി അടിക്കാൻ പോയാ? മേളില് ഞാനാ. മറൊരു എന്ത് ചെയ്യാനാ ഞാൻ എത്തിപ്പെട്ടു. ആ പട്ടിയിലുണ്ട്. ഞാൻ മറ്റേ ഇത് EMP വിട്ടിട്ടുണ്ട്, ഡ്രോൺ വിട്ടിട്ടുണ്ട്. ഞാൻ വീണ് കിടക്കുന്നു. വേറെ ടീം അതുണ്ട് കാറും കൊണ്ട്. അയ്യോ മേളോട്ട് ഞാൻ ഇത് നൂല് കണ്ടപ്പോഴേ വണ്ടി കണ്ടപ്പോ ആ ഒരു ആവേശത്തിന് പറഞ്ഞില്ലേ ഒരുമിച്ച് നടിച്ചാ മതി. മേളാളറിയാം. മേളിലാളി ഫ്രണ്ടിലാളെ അവിടെ ഒരുത്തന്നെ ഞാൻ നോക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അവനിപ്പോ റിവ്യൂ ചെയ്തതാണ്. അത് അവൻ അടി അടിച്ച കിട്ടിയില്ല. ഇവരടിക്കണേ ഇപ്പുറത്ത് പുറകിൽ തിരിഞ്ഞൊന്ന് നോക്കുവോ പ്ലീസ്. ബ്രോ ഇവരെ അടിക്കുന്ന ഞാൻ എവിടെയാന്ന് വെച്ചാൽ അടിക്കണ്ടെന്ന് പറ. പുറകിലൊന്നും കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ലാസ്റ്റ് അല്ലേ പറഞ്ഞ, അപ്പോഴേക്കും ഇട്ടില്ലേ? അതിന് മുന്നേ കുറെ നേരമായി പറയാൻ തുടങ്ങി. വേല ഒരുമിച്ച് നിപ്പാണല്ലേ പറ്റാത്ത. ഞാൻ ആ പുറകിൽ ആളുള്ള കാരണം ഞാൻ പാറയുടെ മുകളിൽ കയറാതെ ഞാനൊന്ന് സത്യമാണ് എന്നും പറഞ്ഞുകൊണ്ട്. അതെ ഒരു ആവശ്യമില്ലാതെ അത് ഞാൻ അവിടെ നിക്കാൻ പോയതാ പാറപ്പുറത്ത്. എന്നാ പിന്നെ ബൈനോക്കുലറിലൂടെ എല്ലാം കാണാലോ. എനിക്ക് ബൈനോക്കുലർ ഒന്നും ഇല്ലായിരുന്നു. സ്നൈപ്പർ ഉണ്ടായിരുന്ന കയ്യിൽ. സ്നൈപ്പർ ഇല്ലായിരുന്നു. AK-117 4X സ്കോപ്പ് കൊടുത്തിട്ട്. ഞാൻ വെറുതെ പറയുന്നത്, പക്ഷെ അത് വിശ്വസിക്കാൻ ഒരാളും. എന്റെ പൊന്നോ.